സോ ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് റസ്റ്റിൽ സ്ട്രിംഗ് മെത്തേഡ്സ് എന്താണെന്നാണ്. നമുക്ക് വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ എന്താണ് സ്ട്രിംഗ് മെത്തേഡ്സ്? സ്ട്രിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മളെ സ്ട്രിംഗിന് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രിംഗിൽ കുറച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. അതിനുവേണ്ടി പ്രീ ഡിഫൈൻഡ് ഉണ്ടാക്കി വെച്ച കുറച്ച് മെത്തേഡ്സ് ആണ് സ്ട്രിംഗ് മെത്തേഡ്സ്. അപ്പോൾ VS Code ഓപ്പൺ ചെയ്ത് കോഡ് വഴി എക്സ്പ്ലെയിൻ ചെയ്യാൻ തരാം. ഞാൻ VS Code ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഒരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോർമാറ്റ് ഒരു മെത്തേഡ് പറയാൻ പോകുന്നത് അത് ഈ സ്ട്രിംഗ് കോൺകാറ്റിനേഷൻ്റെ ഭാഗത്ത് വരാം. എന്നാലും അത് സ്ട്രിംഗ് മെത്തേഡ്സിൽ ചോദിച്ചു നല്ലതെന്ന് തോന്നുന്നുണ്ട്. ആയി പറയുന്നത് ലെറ്റ് സി സീക്വൽ ടു ഫോർമാറ്റ് എക്സ്ക്ലമേഷൻ ആൻഡ് ലൈക്ക് ഐ സേ മൈ നെയിം ഈസ് ആൻഡ് മൈ ഫ്രണ്ട് നെയിം ഈസ് ഓക്കെ കോമ എ കോമ ബി. ഇത് പ്രിൻ്റ് ചെയ്യാം നമുക്ക്. സി പറ്റും. മൈ നെയിം ഈസ് ജാക്ക് ആൻഡ് മൈ ഫ്രണ്ട് നെയിം ഈസ് സൂപ്പർമാൻ. അപ്പോൾ എന്തിൽ എന്താ ചോദിച്ചത് എന്ന് വെച്ചാൽ ഞാൻ വേർഡ് റാപ്പ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഇത് കാണാൻ പറ്റും. ഞാൻ 2 വേരിയബിൾ എടുത്ത് ഇതൊരു കോൺകാറ്റിനേഷൻ എന്ന് പറയാം നമുക്ക്. വേണമെങ്കിൽ സ്ട്രിങ്ങിനെ കോൺകാറ്റ് ചെയ്ത് ഇവിടെയും എന്ത് ചെയ്തു നേരെ ആ ഫോർമാറ്റിലേക്ക് ഇവിടെ ഇത് പക്ഷേ എന്താ ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് അടിക്കുന്നത്. ഫസ്റ്റ് കുറച്ച് സ്ട്രിങ് കൊടുത്ത് അതിന് ഞാൻ ഇവിടെ കർലി ബ്രാക്കറ്റ് കൊടുത്ത് 2 സ്ഥലത്തും. അപ്പോൾ എവിടേക്ക് കർലി ബ്രാക്കറ്റ് ഉള്ളത് അവിടെയൊക്കെ ഈ വേരിയബിൾ അസൈൻ ആവും. എന്ന് വെച്ചാൽ എ അല്ലേ, എ എന്ന് പറയുമ്പോൾ എ ഇങ്ങോട്ട് വരും, ഫസ്റ്റ് ബ്രാക്കറ്റിലിട്ട് വരും. സെക്കൻഡ് വേരിയബിൾ എന്താ ബി അല്ലേ, അപ്പോൾ സെക്കൻഡ് കർലി ബ്രാക്കറ്റിലിട്ട് വരും. അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കോൺകാറ്റിനേഷൻ പോലെ തന്നെയാണ്. പക്ഷേ ആക്ച്വലി നമുക്ക് ഒരു ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ച്വലി മൈ നെയിം ഈസ് അതിൽ നിന്ന് വന്നത് ഡയറക്റ്റ് വന്നവരെ ഫോർമാറ്റ് ചെയ്തിട്ടാണ് കോൺകാറ്റിനേഷൻ ചെയ്തത്. അപ്പോൾ എനിക്കിന് പൊസിഷൻ മാറ്റാം. എക്സാമ്പിളിന് എനിക്ക് ബൈ ഡിഫോൾട്ട് ഇവിടെ 0 ആണ്. ഇവിടെ കൊടുത്തില്ലെങ്കിലും വേരിയബിൾ 0 ആണ്, ഇവിടെ 1 ആണ്. ഓക്കെ, എനിക്കൊരു പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ ആവശ്യം എന്താ ഇപ്പോൾ ഇതുണ്ട്. ഈ ബി ഫസ്റ്റ് വരണം. 2 വഴി ഉണ്ടല്ലേ, ബി തിരിച്ചിട്ടാലും മതി. ബി ഇവിടെ ഫസ്റ്റ് ഇടണം, എ ഇവിടെ ഇടണം. പക്ഷേ ഇച്ചിരി ഈസി എന്താ വെച്ചാൽ ഇവിടെ 1 ഇട്ടാൽ മതി. ഇവിടെ 1 ഇടണം, ഇവിടെ 0 ഇടണം. അപ്പോൾ 0 ആണ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 1 2 3 അങ്ങനെ. അപ്പോൾ ആ ഓർഡറിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 0 കൊടുക്കണോ ഫസ്റ്റ് വേരിയബിൾ അവിടെ വരും. ഇപ്പോൾ 0 ഇവിടെ കൊടുത്തുകൊണ്ട് ഈ എ ഇവിടെ വരും, ഏത് ഇവിടെ വരും, ബി ഇവിടെ വരും, ഇവിടെ വരും ഫസ്റ്റ്. ഓക്കെ, പിന്നെ ഞാൻ വെച്ചാൽ തിരിഞ്ഞ് തരും. ഇനി കണ്ട മൈ നെയിം ഈസ് സൂപ്പർമാൻ ആൻഡ് മൈ ഫ്രണ്ട് നെയിം ഈസ് ജാക്ക്. നേരത്തെ മൈ നെയിം ഈസ് ജാക്ക് ആൻഡ് മൈ ഫ്രണ്ട് നെയിം ഈസ് സൂപ്പർമാൻ. ഓക്കെ, വ്യത്യാസം കണ്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി നെക്സ്റ്റ് മൊത്തം ഞാൻ പറയാൻ പോകുന്നതാണ് പുഷ് എസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറിയ പറഞ്ഞത് എന്നാലും എക്സ്പ്ലെയിൻ ചെയ്താൽ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ വേരിയബിൾ എടുക്കുകയാണ്. അപ്പോൾ ഇതിൽ മ്യൂട്ട് ആക്കുകയാണ് ഞാൻ. ഓക്കെ, എന്ത് ചെയ്യുക, എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്തെങ്കിലും വെച്ചാൽ പുഷ് ചെയ്യണം. എനിക്ക് ഇതിലിട്ട് ആഡ് ചെയ്യണം, കുറച്ച് ആഡ് ചെയ്യണം കൂടി. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ കൊടുക്കുകയാണ് എ ഡോട്ട് പുഷ് str. ഇത് സ്ട്രിങ് കൊടുക്കുക. കൊടുക്കുകയാണ് ഞാൻ 1 പീസ് എന്ന് കൊടുത്ത് ഞാൻ ഇത് പ്രിൻ്റ് ചെയ്യാം. എന്ത് എ പ്രിൻ്റ് ചെയ്യാം. എന്ത് ചെയ്യാൻ ഓക്കെ, എ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഈ സാധനം എന്ത് ചെയ്ത് എയിലോട്ട് ആഡ് ആയി. ഇപ്പോൾ എ എന്തായി ജാക്ക് 1 പീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡാറ്റാസ് അതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, പുഷ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഡാറ്റാസ് ഇതിലോട്ട് ആഡ് ചെയ്യാൻ. പീസാണ് ഇവിടെ വന്ന്. ഓക്കെ, അതായത് ജാക്ക് 1 പീസ് എന്ന് വന്നു. ഇനി അടുത്താണ് പുഷ് എന്തുട്ടാ പുഷ് str നോക്കി. പുഷ് എന്തായിരിക്കും, പുഷ് എന്ന് വെച്ചാൽ ഒരു വേർഡ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയും വേർഡ്സൊക്കെ അടിക്കാൻ പറ്റില്ല. എനിക്ക് എങ്ങനെ അടിക്കാൻ പറ്റും, ഒരു ക്യാരക്ടർ അടിക്കാൻ പറ്റുള്ളൂ. ക്യാരക്ടർ അറിയിക്കുന്നെങ്കിൽ ഒരു ലെറ്റർ. അപ്പോൾ ഞാൻ ഒരു ലെറ്ററൊക്കെ അടിക്കാൻ പറ്റും. സിംഗിൾ കോട്ട്സ് ഇടണം. ഈ ഒറ്റ വേർഡ് കയറ്റണം. ഇപ്പോൾ ഒരു വേർഡ് കയറ്റണം എൻ്റെ ഇതിലോട്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നത് പിന്നെ അഞ്ചര കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലെറ്ററിൽ എനിക്ക് പുഷ് ഉപയോഗിക്കാം. മൾട്ടിപ്പിൾ ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ പുഷ് str ഉപയോഗിക്കാം. ഇനി നെക്സ്റ്റ് മൊത്തം സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അതിൻ്റെ ഞാൻ പ്രിൻ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ട് എ ഡോട്ട് ലെങ്ത് ഫംഗ്ഷൻ ഉപയോഗിക്കുക. എന്നിട്ട് എൻ്റെ ആ വേരിയബിളിൻ്റെ പേര് അതിന് ആ മെത്തേഡ് പ്രിൻ്റ് നോക്കാം. 4 വന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ വേരിയബിളിൻ്റെ ലെങ്ത്ത്. എണ്ണി നോക്കാമെന്നുള്ളത് എത്ര ഉണ്ട്, 1 2 3 4 4 ലെറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ ലെങ്ത്ത് എത്ര 4. അപ്പോൾ എനിക്ക് വേരിയബിളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. ഇനി എനിക്ക് എൻ്റെ സ്ട്രിങ്ങിനെ അപ്പർ കേസ് ആക്കണം. എന്ന് വെച്ചാൽ ഇതിപ്പോൾ കാണാൻ സ്മോൾ ലെറ്റർ അടിച്ചെങ്കിൽ ചെയ്യാൻ എനിക്കിത് ക്യാപിറ്റൽ ലെറ്റർ ആക്കണം അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ വേരിയബിൾ വെയിറ്റ് ചെയ്യാം. ലെറ്റ് ഡി ഈക്വൽ ടു ആ വേരിയബിളിൻ്റെ പേര് എ ഡോട്ട് ടു അപ്പർ കേസ്. ഓക്കെ, പ്രിൻ്റ് ചെയ്യാം ഡി. അത് പറ്റും ജാക്കിന് ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെന്ന്. അതുപോലെ എനിക്ക് സ്മോൾ ലെറ്റർ ആക്കുകയാണെങ്കിൽ 2 ലോ കേസ് കൊടുത്താൽ മതി. ഓക്കെ, എൻ്റെ വരെ ക്യാപിറ്റൽ ഇത് തന്നെ എടുക്കും. ഇപ്പോൾ ഇത് നമ്മുടെ ഡീപ്പാ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ, ഇതിന് തന്നെ ഞാൻ സ്മോൾ ലെറ്റർ ആക്കാം. ലെറ്റ് ഇ ഈക്വൽ ടു ഡി ഡോട്ട് ടു ലോവർ കേസ്. ഓക്കെ, ഇത് പ്രിൻ്റ് ചെയ്യാം ഇ. കണ്ടോ,
ജാക്ക് എന്ന് സ്മോൾ ലെറ്ററിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എനിക്ക് സ്മോൾ ലെറ്റർ അപ്പർ കേസ് ആക്കാം. ഇനി നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ സ്ട്രിങ് ലിറ്റർ എന്ന സ്ട്രിങ് ഒബ്ജക്റ്റും സ്ട്രിങ് ഒബ്ജക്റ്റിൻ്റെ എങ്ങനെ സ്ട്രിങ് ലിറ്റർ ആക്കാമെന്നാണ്. ഓക്കെ, ഇത് ചെറിയ മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ലെറ്റ് നെയിം പേര് ക്രിയേറ്റ് ചെയ്ത് ഞാൻ അതൊരു ജാക്സൺ ആ പേര് കൊടുക്കുക ഞാൻ ജാക്സൺ. ഓക്കെ, എന്ത് ചെയ്ത് ഈ വേരിയബിളിനെ എനിക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് ആക്കണം. ഈ കേസിൽ കാണാൻ പറ്റും ഇത് എന്താ സ്ട്രിങ് ലിറ്റർ ഡാറ്റ ടൈപ്പ് കാണാൻ പറ്റും. ആൻഡ് %str എൻ്റെ അടുത്ത് എന്താ സ്ട്രിങ് ലിറ്ററിൽ. ഫസ്റ്റ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ തരാം. എനിക്ക് ഇതിനെ സ്ട്രിങ് ഒബ്ജക്റ്റ് ആക്കണം. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ഡോട്ട് ഇട്ടിട്ട് ടു സ്ട്രിങ് സാധനം ഉപയോഗിക്കാം. മെത്തേഡ് ഉപയോഗിച്ച് എന്ത് പറ്റും സ്ട്രിങ് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ സ്ട്രിങ് ഒബ്ജക്റ്റായി ഈ പ്രിൻ്റ് ചെയ്യാൻ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് സ്ട്രിങ് ലിറ്റർ തന്നെ സ്ട്രിങ് ഒബ്ജക്റ്റ് ആക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ഇപ്പോൾ ഇങ്ങനെ അടിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ അടിച്ചത് സ്ട്രിങ് ഫ്രം അത് ബ്രാക്കറ്റ് അങ്ങനെ അടിക്കുന്നത് സ്ട്രിങ് ഒബ്ജക്റ്റ് വേണം. പക്ഷേ ഇങ്ങനെ അടിക്കാൻ മടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സ്ട്രിങ് ലിറ്ററിൽ അടിക്കണം. അതിൽ ഡോട്ട് ടു സ്ട്രിങ് എടുത്താൽ മതി. അപ്പോൾ ഈസി വേ അതല്ലേ മിക്കവരും ഇത് ഉപയോഗിക്കുന്നത്. ഈ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ടു സ്ട്രിങ് ഭയങ്കര ഉപകാരം എന്താ വെച്ചാൽ ഇത് വെച്ച് തന്നെ എനിക്ക് എൻ്റെ പിന്നെ ഈ ടു സ്ട്രിങ് പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സ്കെയിലർ ഡാറ്റ ടൈപ്സ് ഇല്ലേ അതെല്ലാത്തിനും ടു സ്ട്രിങ് ആക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എക്സാമ്പിൾ നമ്പർ കൊടുക്കണം. ഇവിടെ ഇപ്പോൾ 23 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും അതിനെ സ്ട്രിങ് ഒബ്ജക്റ്റാക്കി മാറ്റും. ഇനി ഇവിടെ ട്രൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെ സ്ട്രിങ് ഒബ്ജക്റ്റാക്കി മാറ്റും. അപ്പോൾ ഇവർ ഏത് ഡാറ്റ ടൈപ്പും പ്രശ്നമില്ല. ക്യാരക്ടർ കൊടുത്താലും അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ എ കൊടുത്ത് എന്നാലും കണ്ട പിന്നെ സ്ട്രിങ് ഒബ്ജക്റ്റാക്കി മാറ്റി. അപ്പോൾ ടു സ്ട്രിങ് ഉപയോഗിച്ച് നമുക്ക് ഏത് സ്കെയിലർ ഡാറ്റ ടൈപ്പിനെയും സ്ട്രിങ് ഒബ്ജക്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് എങ്ങനെ നമുക്ക് സ്ട്രിങ് ഒബ്ജക്റ്റിനെ സ്ട്രിങ് ലിറ്റർ ആക്കാം. ക്രിയേറ്റ് ചെയ്യാം. ലെറ്റ് f = എനിക്ക് ഇതിനെ സ്ട്രിങ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും നെയിം ഡോട്ട് ആസ് str സാധനമുണ്ട് അത് നമുക്ക് യൂസ് ചെയ്യണം. ആ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സ്ട്രിങ് ലിറ്ററിലാക്കാം. ഇപ്പോൾ ഡാറ്റ കാണാൻ പറ്റും. ഇവിടെ %str ആണ്. അപ്പോൾ പ്രിൻറ്റ് ചെയ്താൽ പറ്റും A1. ഓക്കെ, ഇപ്പോൾ ഇത് സ്ട്രിങ് ലിറ്ററിലാണ്. പക്ഷേ ഇത് ടു സ്ട്രിങ്ങിൻ്റെ ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ആകെ സ്ട്രിങ് ഒബ്ജക്റ്റിനെ മാത്രമേ സ്ട്രിങ് ലിറ്ററിലാക്കാൻ പറ്റുള്ളൂ str ഉപയോഗിച്ച്. പക്ഷേ ടു സ്ട്രിങ്ങിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാൻ ഏത് സ്കെയിലർ ഡാറ്റ ടൈപ്പിനെയും എനിക്ക് സ്ട്രിങ് ഒബ്ജക്റ്റ് ആക്കാം. പക്ഷേ ഇത് ആ സ്ട്രിങ് ഉപയോഗിച്ച് സ്ട്രിങ് ഒബ്ജക്റ്റിന് മാത്രമേ എനിക്ക് സ്ട്രിങ് ലിറ്റർ ആക്കാൻ പറ്റും. ഒരു നമ്പേഴ്സോ ക്യാരക്ടേഴ്സോ ട്രൂ ഓ ഫോൾസോ അങ്ങനത്തെ വാല്യൂസ് ഒന്നും എനിക്ക് സ്ട്രിങ് ലിറ്റർ ആക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ വ്യത്യാസമുണ്ട്. ഇത് വെച്ച് എനിക്ക് ഏത് ഡാറ്റ ടൈപ്പും സ്ട്രിങ് ഒബ്ജക്റ്റ് ആക്കാൻ പറ്റും. ഇത് വെച്ച് എനിക്ക് സ്ട്രിങ് ഒബ്ജക്റ്റിന് മാത്രം സ്ട്രിങ് ലിറ്റർ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പറയാനുള്ള നിങ്ങൾക്ക് സ്വന്തം എക്സ്പ്ലോർ ചെയ്യാൻ നല്ലത്. ഞാൻ കണ്ടി നിങ്ങൾ പിന്നെ നോക്കിയോ. അപ്പോൾ സിമ്പിൾ സാധനങ്ങളാണ്. ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ MT ഇതൊക്കെ ചെക്കിംഗ് ആണ്. ട്രൂ ഓ ഫോൾസ് കിട്ടും. നമുക്ക് പുഷ് ഇൻസേർട്ട് ചെയ്യാൻ ഒരു സ്പെസിഫിക് ഇൻഡെക്സിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി റീപ്ലേസ് ഉണ്ട്. ട്രിം എന്ന് പറഞ്ഞാൽ സ്പേസ് കളയാൻ. അപ്പോൾ ട്രിമ്മൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ പറയും. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ ഇതൊക്കെ നോക്കി സ്റ്റാർട്ട് വിത്തിൻ്റെ തുടങ്ങുന്ന അവിടെ നിന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആപ്പ് കൊടുക്കുന്നത് R സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ട്രൂ വരും. അപ്പോൾ അങ്ങനത്തെ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിധത്തുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.